viewers. Today our topic is cost classification. Cost and management accounting next topic cost classification. book second module 1 unit 2. Then എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് unit 2 ൽ പഠിക്കാനുള്ളത്? Then definition of cost, classification of cost, elements of cost, overheads, division of cost, cost unit, cost center, profit center, methods of costing, techniques of costing and preparation of cost sheet, etc. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. Then first one is cost classification. Different types of cost, that is called as cost classification. Then what is meant by cost? Cost refers to expenditure incurred in producing goods or services. കോസ്റ്റ് മീൻസ് എക്സ്പെൻസസ് ഇൻക്യൂർഡ് ഫോർ പ്രൊഡക്ഷൻ ആൻഡ് സർവീസസ്. നമുക്കറിയാമല്ലോ, നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുക എന്നുള്ളതാണ്. കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസസ് ഇൻക്യൂർഡ് ഫോർ പ്രൊഡക്ഷൻ. നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുണ്ടാകാവുന്ന എല്ലാ ചിലവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്. സോ കോസ്റ്റ് റെഫേഴ്സ് ടു എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻക്യൂർഡ് ഇൻ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ഓർ സർവീസസ്. ഇറ്റ് ഈസ് ദ മോണിറ്ററി വാല്യൂ of the resources given up for the production of goods or services. Then അത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെൻസസ്, ദറ്റ് മീൻസ് ദ കോസ്റ്റ് ഇൻക്ലൂഡ്സ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, പേയ്മെൻറ്റ് ഓഫ് വേജസ് ആൻഡ് അതർ എക്സ്പെൻസസ് ഇൻക്യൂർഡ് ഇൻ കണക്ഷൻ വിത്ത് ദ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ എക്സ്പെൻസസുകളെയും നമുക്ക് കോസ്റ്റ് എന്ന് പറയാം. അതായത് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ്, ദെൻ നെക്സ്റ്റ് വൺ ഈസ് പേയ്മെൻറ്റ് ഓഫ് വേജസ്, പേയ്മെൻറ്റ് ഓഫ് സാലറീസ് ആൻഡ് അതർ എക്സ്പെൻസസ്, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, റെൻറ്റ് പെയ്ഡ് ടു ഓഫീസ് ബിൽഡിംഗ്, പ്രൊഡക്ഷൻ ബിൽഡിംഗ്, എക്സെട്ര. അപ്പോൾ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രൊഡക്ഷൻ യൂണിറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ചിലവുകൾ വരുന്നുണ്ടോ, ഒരു പ്രോഡക്റ്റോ സർവീസോ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചിലവ് വരുന്ന എല്ലാത്തിനെയും, എല്ലാ എക്സ്പെൻഡിച്ചറിനെയും ഒറ്റ ടേമിലാണ് നമ്മളതിന് പറയുക. ദറ്റ് ഈസ് കോൾഡ് ആസ് കോസ്റ്റ്. അപ്പോൾ അറിയാം, കോസ്റ്റ് റെഫേഴ്സ് ടു, കോസ്റ്റ് മീൻസ് എക്സ്പെൻസസ് ഇൻക്യൂർഡ് ഫോർ പ്രൊഡക്ഷൻ. എക്സ്പെൻസസ് ഇൻക്യൂർഡ് ഫോർ പ്രൊഡക്ഷൻ. കോസ്റ്റ് റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻക്യൂർഡ് ഇൻ പ്രൊഡ്യൂസിംഗ് ഗുഡ്സ് ഓർ സർവീസസ്. ഇറ്റ് ഈസ് ദ മോണിറ്ററി വാല്യൂ ഓഫ് ദ റിസോഴ്സസ് ഗിവൺ അപ്പ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇറ്റ് ഈസ് ദ മോണിറ്ററി വാല്യൂ. It is the monetary value of the resources given up for the production of goods or services. ഗുഡ്സോ അല്ലെങ്കിൽ സാധനങ്ങളോ അതോ പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സേവനങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ റിസോഴ്സസിനും വേണ്ടി വരുന്ന എല്ലാ എക്സ്പെൻഡിച്ചറിനെയും കോസ്റ്റ് എന്നുള്ള പേരിലാണ് നമുക്ക് അറിയപ്പെടുക. ഇത് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞത്, മെയിൻ പർപ്പസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് മീൻസ് അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് എ പ്രോഡക്റ്റ്. അതായത് ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ്, ഇറ്റ് ഈസ് എൻ അക്കൗണ്ടിങ് പ്രോസസ് ടു അസർടൈൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് അസർടൈൻ ചെയ്യുക അല്ലെങ്കിൽ ആ കോസ്റ്റ് മനസ്സിലാക്കുക എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ദെൻ ഇവിടെ കോസ്റ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻക്യൂർഡ് ഓൺ ഓർ ആട്രിബ്യൂട്ടബിൾ ടു എ ഗിവിംഗ് തിങ്. ദറ്റ് ഈസ് ICMA London. According to this definition, cost is the amount of actual expenditure incurred on a given thing or notional expenditure attributable to given thing. അതായത് ഇവിടെ കോസ്റ്റിന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, കോസ്റ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻക്യൂർഡ് ഓൺ ഓർ ആട്രിബ്യൂട്ടബിൾ ടു എ ഗിവൺ തിങ്. ഒരു പ്രൊഡക്റ്റിന് വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചറിനെ തന്നെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ ഈ ഡെഫിനിഷൻ പ്രകാരം രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എന്നും മറ്റൊന്ന് നോഷണൽ എക്സ്പെൻഡിച്ചർ എന്നും പറയുന്നു. ദെൻ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ മീൻസ് എക്സ്പെൻഡിച്ചർ വിച്ച് ഇൻവോൾവ്സ് ക്യാഷ് ഔട്ട്ലേ. ദറ്റ് മീൻസ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക, അതേപോലെ തന്നെ വേജ് പെയ്ഡ് എന്നൊക്കെ പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസുകളാണ്. അതിനെയാണ് നമ്മൾ സാധാരണ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഹെഡിൽ പറയുന്നത്. Then notional expenditure means, notional expenditure refers to expenditure which does not involve cash outlay. That means interest of owned building, interest of rent of owned building, etc. അതായത് പിന്നെ നമ്മൾ പറയുന്നത് രണ്ട് തരത്തിലായിരിക്കാം ഈ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. ഒന്ന് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ആണ്. അതായത് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു എക്സ്പെൻഡിച്ചർ വിച്ച് ഇൻവോൾവ്സ്
ക്യാഷ് ഔട്ട്ലേ, നമ്മൾ ഡയറക്റ്റായിട്ട് ക്യാഷ് കൊടുത്തുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ലാബേഴ്സ് നമ്മൾ സാലറി കൊടുക്കാം എന്നൊക്കെ പറയുന്നത് ഡയറക്റ്റായിട്ട് വരുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള ആക്ച്വൽ എക്സ്പെൻഡിച്ചറാണ്. ക്യാഷ് ഔട്ട്ലേ, ക്യാഷ് പേയ്മെൻറ്റ് അല്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് നമ്മൾ പേ ചെയ്യുന്നുണ്ട്. അത്തരത്തിലെയാണ് നമ്മൾ എന്താ പറയുക ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എന്നാൽ നോഷണൽ എക്സ്പെൻഡിച്ചർ റിഫേഴ്സ് ടു എക്സ്പെൻഡിച്ചർ വിച്ച് ഡസ് നോട്ട് ഇൻവോൾവ് ക്യാഷ് ഔട്ട്ലേ, ഡയറക്റ്റായിട്ട് ക്യാഷ് പേയ്മെൻറ്റ് നമ്മൾ നടത്തുന്നില്ല. ഇറ്റ് ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. പലപ്പോഴും മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ നോഷണൽ എക്സ്പെൻസസ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ നോഷണൽ എക്സ്പെൻസസിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദെൻ അവിടെ റെൻറ്റ് ഓഫ് അവർ ഓൺ ബിൽഡിംഗ്, ഇൻട്രസ്റ്റ് ഓഫ് ഓൺഡ് ക്യാപിറ്റൽ, നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിന് ഉള്ള ഇൻട്രസ്റ്റ് കണക്കാക്കുക, നമ്മുടെ തന്നെ ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് കണക്കാക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് വേണ്ടി മാത്രമാണ്. പക്ഷേ അവിടെ ഡയറക്റ്റായിട്ട് അവിടെ എന്ത് വരുന്നില്ല, ക്യാഷ് പേയ്മെൻറ്റ്സ് വരുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിച്ച കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്, പ്രൊഡക്ഷൻ സെൻറ്ററിൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാക്കാവുന്ന എല്ലാ എക്സ്പെൻസസിനെയും കോസ്റ്റ് എന്ന് പറയുന്നു. ദെൻ അതുപോലെ തന്നെ ICMA ഡെഫിനിഷൻ പ്രകാരം കോസ്റ്റിനെ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോഷണൽ എക്സ്പെൻഡിച്ചറും. ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻഡിച്ചറും, നോഷണൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ക്യാഷ് ഔട്ട്ലേ, മാത്രമല്ല ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്, അതിനുവേണ്ടി മാത്രം കണക്കാക്കുന്നതാണ് ഏത് ദെൻ നോഷണൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. Then next one is what is meant by expenses. Next term, what is meant by expenses. Then expenses are costs which have been applied against revenue for a particular accounting period. Expenses are matched against revenue to ascertain profit or loss. Then അവിടെ expenses are matched against revenue to ascertain profit or loss. പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി റവന്യൂവിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. ദാറ്റ് മീൻസ് കോസ്റ്റ് ഇൻക്യൂർഡ് ഫോർ പ്രൊഡക്ഷൻ. അതിനെ നമുക്ക് എന്ത് പറയാം, എക്സ്പെൻസസ് എന്ന് പറയാം. നമുക്കറിയാലോ, നമ്മളൊരു പ്രോഫിറ്റോ ലോസോ ഈ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് പ്രോഫിറ്റാണോ ലോസാണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമുക്കുള്ള എക്സ്പെൻസസുകളൊക്കെ ഒരു സ്ഥലത്ത് ഡെബിറ്റ് സൈഡിലും ഇൻകത്തിനൊക്കെ ക്രെഡിറ്റ് സൈഡിലും എഴുതണം. ഇത് രണ്ടും നമ്മൾ മാച്ച് ചെയ്യുന്നു. മാച്ച് ചെയ്യുമ്പോൾ ഇൻകം ഈസ് മോർ ദാൻ ദി എക്സ്പെൻസസ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രോഫിറ്റ്. ഇൻകം ഈസ് ലെസ് ദാൻ ദി എക്സ്പെൻസസ്, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലോസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോസ് എന്നും പ്രോഫിറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തന്നെ അവിടെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് റവന്യൂമായിട്ട് മാച്ച് ചെയ്യുന്ന വൺ ഓഫ് ദി ഫാക്ടറാണ് എന്ന് പറയുന്നുണ്ട്. അതേസമയം നമുക്ക് പറയാം വാട്ട് ആർ ദി എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഇൻക്യൂർഡ് ഫോർ പ്രൊഡക്ഷൻ, അതായത് എക്സ്പെൻസസ് ഇൻക്യൂർഡ് ഫോർ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പോലെ തന്നെ കോസ്റ്റ് ഇൻക്യൂർഡ് ഫോർ പ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എക്സ്പെൻസസ്. നമുക്ക് ഉണ്ടാകാവുന്ന ചിലവുകളെയാണ് നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ വളരെ വൃത്തിയായിട്ട് എന്തൊക്കെ പഠിക്കാനുണ്ട്, കോസ്റ്റിങ്ങിനെ കുറിച്ചും കോസ്റ്റിംഗ് ടെക്നിക്സിനെ കുറിച്ചും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റും ഒക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്. മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് പോലും നമുക്ക് നമ്മളൊരു ഗ്രാജുവേഷൻ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൊമേഴ്സ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഒന്നുകൂടെ നന്നായിട്ട് കോസ്റ്റ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ജനറലി എല്ലാവരും പറയുന്ന പോലെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് എസ് എക്സ്പെൻസസ് എന്ന് പറയുന്ന പോലെയല്ല. വാട്ട് ഈസ് മെൻ ബൈ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഓരോ കോസ്റ്റിൻ്റെയും മാർജിനൽ കോസ്റ്റ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഡിഫറെൻറ്റ് ടേംസ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്, കോസ്റ്റ് എന്ന് പറയുന്ന ടേംസിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ടേംസുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കുട്ടികൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ എക്സ്പെൻസസ് മനസ്സിലായി. എക്സ്പെൻസസ് ആർ കോസ്റ്റ് വിച്ച് ഹാവ് ബീൻ അപ്ലൈഡ് against revenue of a particular accounting period. Then expenses are matched against revenue to ascertain profit or loss. And that is salaries for the period, insurance for the period, etc. These are the example of expenses. The next one is what is meant by loss. Loss refers to any expenditure or sacrifice of revenue without receiving any benefit. Loss by theft, loss by fire, etc. Loss is also referred to the excess of expense over revenue of an accounting period. അതായത് ലോസ് ഈസ് ഓൾസോ റെഫർ ടു എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ റവന്യൂ. റവന്യൂവിനേക്കാളും കൂടുതലായിട്ട് എക്സ്പെൻസ് നിൽക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു പോർഷന് നമുക്ക് ലോസ് എന്ന് പറയാറുണ്ട്. ദറ്റ് ഈസ് ഇൻകം ഈസ് ലെസ് ദാൻ ദി എക്സ്പെൻസസ്, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലോസ്. നിങ്ങൾക്കറിയാവുന്നൊരു പോയിൻ്റാണ്. നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദറ്റ് ഈസ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഇനി നമ്മൾ പഠിക്കുന്നത് കോസ്റ്റ് ക്ലാസിഫിക്കേഷനാണ്. ഈ കോസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ ഏതൊക്കെ തരത്തിലാണ് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുക, ദെൻ
ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ പലതരത്തിലും നമ്മൾ കോസ്റ്റിനെ പറയുന്നുണ്ട്. ദെൻ അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് പറയുന്നുണ്ട്. പറയുമ്പോൾ നമ്മൾ ജനറലി ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്, ദെൻ മാർജിനൽ കോസ്റ്റിംഗ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, ഇൻഡയറക്റ്റ് കോസ്റ്റ്, ഡയറക്റ്റ് കോസ്റ്റ്, പ്രൈം കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ്, ഇങ്ങനെ പല ടേംസാണ് നമ്മൾ കോസ്റ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ എന്താണ് കറക്റ്റായിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷനിലൂടെ നമ്മൾ പോകണം. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റിൽ ഫസ്റ്റ് വൺ ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓൺ ദി ബേസിസ് ഓഫ് function. Next one is on the basis of behavior or variability, on the basis of identifiability or traceability, then on the basis of controllability, and on the basis of normality, on the basis of ascertaining cost, and on the basis of relevance to managerial decision making. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇത്രയും നമ്മൾ മനസ്സിലാക്കണം. ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്, അതായത് പല ക്ലാസിഫിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കോസ്റ്റുകളൊക്കെ നമ്മൾ പല തട്ടുകളിലായിട്ട് അറേഞ്ച് ചെയ്യും. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്താണ്? ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. ദറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് മെറ്റീരിയൽ കോസ്റ്റ്, ദറ്റ് ഈസ് സെക്കൻഡ് വൺ ഈസ് ലേബർ കോസ്റ്റ് ആൻഡ് അതർ എക്സ്പെൻസസ്. ഇവിടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുകയാണ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിലെ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. കോസ്റ്റ് എലമെൻറ്റ് നോക്കിയിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എലമെൻറ്റ്സ്, അതായത് ഏതൊക്കെ തരത്തിലുള്ള അതിൻ്റെ ഘടകങ്ങൾ, അതാണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ്സ് കോസ്റ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. ദറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് material cost, second one is labor cost, and third one is expenses, other expenses. Then first one is what is meant by material cost. What is meant by material cost? Material cost refers to cost of material used in the manufacturing operation. And the material cost എന്ന് പറഞ്ഞാൽ എന്താ? Then material cost refers to the cost of raw materials used in the manufacturing operations. It includes the cost of raw material, component parts, consumable stores, etc. And normally materials cost occupies the major part of the cost of production. ഇവിടെ നമ്മൾ പഠിക്കുന്നത് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. മെറ്റീരിയൽ ഈസ് വൺ ഓഫ് ദി മേജർ എലമെൻറ്റ് ഓഫ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലേ? ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലെ മെജോറിറ്റി കോസ്റ്റും സംഭവിക്കാവുന്നത് എവിടെയാണ്? മെറ്റീരിയൽ കോസ്റ്റിലാണ്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് റിഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്. മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിനായിട്ട്, പ്രൊഡക്ഷൻ ഓപ്പറേഷൻസിനായിട്ട് ചിലവാകുന്ന എക്സ്പെൻസസിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് റിഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓപ്പറേഷൻ. അതായത് ഒരു ഫാക്ടറിയിലോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റുകളിലോ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എസെൻഷ്യൽ തിങ് എന്ന് പറയുന്നത് അതിൻ്റെ റോ മെറ്റീരിയൽസിനെയാണ്. ആ റോ മെറ്റീരിയൽസിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ദെൻ അവിടെ വൺ ഓഫ് ദി എക്സാമ്പിൾ ഇറ്റ് ഇൻക്ലൂഡ്സ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, then component parts, consumable stores, etc. Normally material cost occupies the major part of the cost of production. ആണോ? ഏറ്റവും കൂടുതലായിട്ട് വലിയൊരു എക്സ്പെൻസ് വരുന്നത് എവിടെ തന്നെയാണ്? റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസ് തന്നെയാണ്. സോ മെറ്റീരിയൽ കോസ്റ്റ് occupies the major part of the cost of production. Then second one is labor cost. Labor cost, that means wages paid to laborers. That is also called as labor cost. Labor cost refers to remuneration paid to the employees of an organization. What is meant by labor cost? Labor cost refers to remuneration paid to employees of an organization for their services. നമ്മുടെ സ്ഥാപനത്തിലെ ജോലിക്കാർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷനെയാണ് നമ്മൾ എന്താ പറയുക? ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് സാലറീസ്, വേജസ്, ബോണസ്, കമ്മീഷൻ പെയ്ഡ് ടു വർക്കേഴ്സ് ആൻഡ് മാനേജീരിയൽ സ്റ്റാഫ്. അതായത് ഇവിടെ ഇറ്റ് ഇൻക്ലൂഡ്സ് സാലറീസ്, സാലറി ആവാം, ഇറ്റ് ഇൻക്ലൂഡ്സ് സാലറീസ്, വേജസ്, ബോണസ് ആൻഡ് കമ്മീഷൻ പെയ്ഡ് ടു വർക്കേഴ്സ് ആൻഡ് മാനേജീരിയൽ സ്റ്റാഫ്. ആ സ്ഥാപനത്തിലെ
മാനേജീരിയൽ സ്റ്റാഫിനോ അവിടുത്തെ ലേബേഴ്സിനോ നമ്മൾ കൊടുക്കുന്ന സാലറിയോ അല്ലെങ്കിൽ വേജസോ ബോണസോ കമ്മീഷനോ ഇതിനെല്ലാം ഒരൊറ്റ ഹെഡിലാണ് നമ്മൾ ഉൾപ്പെടുത്തുക. ദറ്റ് ഈസ് കോൾഡ് ആസ് ലേബർ കോസ്റ്റ്. ദറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലേബർ കോസ്റ്റ്. അപ്പോൾ 2 ടേംസ് നമ്മൾ പരിചയപ്പെട്ടു. ദറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് മെറ്റീരിയൽ കോസ്റ്റ്. മെറ്റീരിയൽ കോസ്റ്റിലെ ദറ്റ് റെഫേഴ്സ് ടു കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ് റെഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് പ്രോസസ്. Labor cost means that refers to remuneration paid to employees in the organization for their services. That is called as labor cost. Then third one is expenses. That is other expenses, direct material, direct labor and direct expenses. ഇതിനെയാണ് നമ്മൾ സാധാരണ on the basis of elements of cost എന്ന് പറയുന്നത്. Expenses refers to all cost other than material and labor incurred of an organization. അതായത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന് ബേസിക്കായിട്ട് ആവശ്യമായിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറുമാണ്. അതുകൂടാതെ തന്നെ അതിനാവശ്യമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിനു വേണ്ടി വരുന്ന എക്സ്പെൻസസിനെയാണ് നമ്മളിവിടെ എന്തെന്ന് പറയുന്നത് അതർ എക്സ്പെൻസസ് എന്ന് പറയുന്ന ഹെഡിൽ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് റെൻറ്റ്, ഇൻഷുറൻസ്, ലൈറ്റിംഗ്, പ്രിൻറ്റിംഗ്, സ്റ്റേഷനറി, ഡിപ്രീസിയേഷൻ എക്സെട്ര. ദെൻ അവിടെ എക്സ്പെൻസസ് റിഫേഴ്സ് ടു കോസ്റ്റ് അതർ ദാൻ മെറ്റീരിയൽസ് ആൻഡ് ലേബർ ഇൻഗേർഡ് ഫോർ എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ തരത്തിലുള്ള എക്സ്പെൻസസുകൾ ഉണ്ടാവും ഏതുമായി ബന്ധപ്പെട്ടുകൊണ്ട്? ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ട്. അതായത് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നുണ്ട്, ലേബർ കോസ്റ്റ് വരുന്നുണ്ട്. ഇത് രണ്ടും മേജർ പാർട്ട് ഓഫ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലെ മെജോറിറ്റി പാർട്ടും എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റും അതുപോലെ തന്നെ ലേബർ കോസ്റ്റുമാണ്. ഇത് കൂടാതെ വരുന്ന മറ്റെല്ലാ എക്സ്പെൻസസിനെയും മറ്റെല്ലാ കോസ്റ്റിനെയും നമ്മൾ ഒറ്റ ഹെഡിലാണ് പറയുന്നത് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതായത് റെൻറ്റ് പെയ്ഡ് ടു ബിൽഡിംഗ്, പിന്നെ അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ എക്സ്പെൻസസ്, പ്രിൻറ്റിംഗ് എക്സ്പെൻസസ്, സ്റ്റേഷനറി എക്സ്പെൻസസ്, ദെൻ advertisement expenses, warehousing expenses, storage and warehousing expenses, different types of expenses വരാം. ഇതിനെല്ലാം ഒരൊറ്റ ഹെഡിലെ എക്സ്പെൻസസ് എന്ന് പറയുന്ന ഹെഡിലെ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഈ കോസ്റ്റിംഗ് ഒക്കെ പഠിച്ചതിന് ശേഷം ലാസ്റ്റ് ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ കണക്കാക്കുന്നത് എന്നുള്ളതാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കണക്കാക്കാനായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ എല്ലാ കോസ്റ്റുകളെയും സെപ്പറേറ്റ് ആയിട്ട് എഴുതി ആഡ് ചെയ്ത് നമ്പർ ഓഫ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടുക. നിങ്ങൾക്കറിയാം, ഏകദേശം നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്. എങ്കിൽ കൂടെ ഒന്നും കൂടെ വ്യക്തമായിട്ട് ഈ ചാപ്റ്ററിൽ നമ്മളതിനെക്കുറിച്ച് പഠിക്കും. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഏതായിരുന്നു? ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എലമെൻറ്റ്സ് ആണ്. അതായത് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ് ആൻഡ് അതർ എക്സ്പെൻസസ്. മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ് ആൻഡ് അതർ എക്സ്പെൻസസ്. ദെൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷനിൽ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ. ഫങ്ഷൻസിന് അതായത് ഓരോ കോസ്റ്റും ഏതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? പ്രൊഡക്ഷൻ, അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ ദി മേജർ ഫങ്ഷൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഫോർ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളോ സേവനങ്ങളോ പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ടും അത് വിൽക്കുന്നതുമായും ബന്ധപ്പെട്ടുള്ള മേജർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്രോസസ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സ്. അപ്പോൾ ഓരോ ഹെഡിലും ഇതാണ് അവിടെ ചെയ്യുന്നൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്. കണ്ടോ? അതായത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് വേണം, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് വേണം. ഇതൊക്കെ കൂടുന്നതാണ് നമ്മളവിടെ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ. ഫങ്ഷനെ ആസ്പദമാക്കിക്കൊണ്ട് നമുക്ക് കോസ്റ്റിനെ പലതരത്തിൽ തരംതിരിക്കാറുണ്ട്. ദെൻ സോ ഓൺ ദി ബേസിസ് ഓഫ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ. ദെൻ ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ കോസ്റ്റ്, second one is administration cost, and third one is selling cost, and fourth one is distribution cost. ഏതൊക്കെയാണ് ഫങ്ഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ? ഏതാ? ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ കോസ്റ്റ്, സെക്കൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ദെൻ അവിടെ ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് മെൻ ബൈ പ്രൊഡക്ഷൻ കോസ്റ്റ്. Production cost is the cost of sequence of operations which begins with supplying materials, labor and services and ends with primary packing of the product. That is the definition of ICM. Then what is meant by production cost? Production cost is the cost incurred in purchasing raw materials and converting them into finished product. That is a simple sentence. What is the meaning of
production cost. Production cost means it is the cost incurred for production. That means incurred in purchase of raw materials and converting them into finished product. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നമ്മൾ സാധാരണ വാട്ട് ഈസ് മെൻ ബൈ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാറുള്ളത്? എന്താണ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്? കോസ്റ്റ് ഇൻഗേർഡ് ഫോർ പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസസിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഇൻഗേർഡ് ഫോർ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ്. അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നതും ആൻഡ് കൺവേർട്ടിങ് ദം ഇൻ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അത് വാങ്ങിച്ചാൽ മാത്രം പോരാ, ആ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയും വേണം. അവിടെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് കൂടെ ഉണ്ട്. ദാറ്റ് കോസ്റ്റ് ഈസ് കോൾഡ് ആസ് പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പോൾ എന്താ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്ഷൻ കോസ്റ്റ് ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഇൻഗേർഡ് ഇൻ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് കൺവേർട്ടിങ് ദം ഇൻ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. That is the example of production cost is purchase of raw materials, payment of wages and all factory wages. Production cost is also known as manufacturing cost, factory cost or works cost. അപ്പോൾ ആദ്യം അത് തറവാക്കുക. വാട്ട് ഈസ് മെൻ ബൈ പ്രൊഡക്ഷൻ കോസ്റ്റ്? പ്രൊഡക്ഷൻ കോസ്റ്റ് മീൻസ് കോസ്റ്റ് ഇൻഗേർഡ് ഫോർ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് കൺവേർട്ടിംഗ് ദ റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. എക്സാമ്പിൾസ് ഓഫ് production cost is purchase of raw materials and wages paid to laborers, etc. And also factory cost. Then production cost is also called as manufacturing cost, factory cost or works cost. ഇങ്ങനെയുള്ള പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്, ഈ പറയുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിൽ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വാട്ട് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്? കോസ്റ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്ന ഏതിൻ്റെ ബേസിലാണ്? കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ. ഫങ്ഷൻസിനെ ആസ്പദമാക്കിയിട്ട് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെയാണ് വരിക? പ്രൊഡക്ഷൻ ഫങ്ഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻ, സെല്ലിംഗ് ഫങ്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ. ദെൻ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഓൺ ദി ബേസ് ഓഫ് ഫങ്ഷൻ? ദറ്റ് ഈസ് എ പ്രൊഡക്ഷൻ കോസ്റ്റ്. Second one is there is administrative cost, and third one is selling cost, and fourth one is distribution cost. Then second point is what is meant by administration cost. Administration cost is the cost of formulating policy, directing the organization and controlling the operation of an undertaking which is not related directly to any production, selling, distribution, research of development activity or function. This definition contributed by ICMA. Then administration cost includes all expenses for the general administration of the undertaking. Then അവിടെ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വാട്ട് ഈസ് മെൻ ബൈ administration cost? Administration cost includes all expenses for the general administration of the ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൻ്റെ ഓർഗനൈസിങ് പ്രോസസ്സിലെ ആവശ്യമായിട്ടുള്ള ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസസിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ റെൻറ്റ് പെയ്ഡ് ടു ഓഫീസ്, റിപ്പയേഴ്സ്, ഡിപ്രീസിയേഷൻ ഓഫ് ദ ഓഫീസ് ബിൽഡിംഗ്, ഫർണിച്ചർ, ഓഫീസ് സാലറീസ്, പോസ്റ്റേജ് എക്സ്പെൻസസ്. കണ്ടോ, ഓഫീസുമായി, അതായത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്, അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സുകൾക്ക് വേണ്ടി വരുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? വേജസ്, സാലറി പെയ്ഡ് ടു മാനേജേഴ്സ്, സാലറി പെയ്ഡ് ടു അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഉണ്ടോ? പിന്നെ അതേപോലെ തന്നെ റെൻറ്റ് പെയ്ഡ് ടു ഓഫീസ് ബിൽഡിംഗ്, അതേപോലെ തന്നെ ഓഫീസ് എക്സ്പെൻസസ്, സ്റ്റേഷനറി എക്സ്പെൻസസ്, ഓഫീസ് എക്സ്പെൻസസ്, റിപ്പയേഴ്സ് ഓഫ് ഓഫീസ് ബിൽഡിംഗ് എക്സെട്ര. ഇതൊക്കെ ഡയറക്റ്റായിട്ട് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്ന ഹെഡിൽ. ഡയറക്റ്റ് മെറ്റീരിയൽ, കണ്ടോ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, അതൊക്കെയാണ് നമ്മൾ പ്രൊഡക്ഷനിൽ എഴുതുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് വർക്ക്സ് കോസ്റ്റ്, മാനുഫാക്ചറിങ് കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദെൻ ഇറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത് ദ എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഫോർ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ.
Expenses incurred for general administration of the organization, for preparation of policies, plans. ഇതൊക്കെ പ്രിപ്പയർ ചെയ്യണം. ചില എന്തൊക്കെയാണ് ഇനി പ്രോജക്റ്റ്, ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ് പോളിസീസ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതൊക്കെ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മാനേജേഴ്സ്, അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, ഓഫീസ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസസുകളെയാണ് നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്ന് പറയും. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസസുകളെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്ന് പറയുന്ന ഹെഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ അതിൽ തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് കോസ്റ്റ്. സെല്ലിംഗ് കോസ്റ്റിലെ selling cost is the cost of seeking to create an stimulated demand and securities orders. It includes expenses incurred for attracting consumers towards the product, creating demand for the product and securing orders. That is an example: advertisement expenses, showroom expenses, salaries and commission of salesman, etc. അതായത് സെല്ലിംഗ് കോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ദ എക്സ്പെൻസസ് ഇൻഗേർഡ് ഫോർ സെല്ലിംഗ് ഓഫ് ദ പ്രോഡക്റ്റ്, സെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസസുകളെയാണ് നമ്മൾ സെല്ലിംഗ് കോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദറ്റ് ഈസ് വൺ ഓഫ് ദി ഇൻഗേർഡ് ഫോർ അട്രാക്റ്റിംഗ് കൺസ്യൂമേഴ്സ് ടുവേർഡ്സ് എ പ്രോഡക്റ്റ്. അതായത് നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് ആകർഷിക്കപ്പെടണം. അതേപോലെ ക്രിയേറ്റിംഗ് ദ ഡിമാൻഡ് ഫോർ ദി പ്രൊഡക്റ്റ് ആൻഡ് സെക്യൂറിങ് ഓർഡേഴ്സ്, എക്സെട്ര. ദെൻ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ്. സെല്ലിങ്ങിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ് ഒരു ഇമ്പോർട്ടൻറ്റ് എക്സ്പെൻസാണ്. ഷോറൂം എക്സ്പെൻസസ്, സാലറീസ് ആൻഡ് കമ്മീഷൻസ് ഓഫ് സെയിൽസ്മാൻ. അപ്പോൾ ഇവിടെ സെല്ലിംഗ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ അത് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു സെയിൽസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി മേജർ ഏരിയ ആണ് അല്ലേ ഫോർ ക്രിയേറ്റിംഗ് റവന്യൂ. നമുക്ക് വരുമാനം ഉണ്ടാക്കി തരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് സെയിൽസ് എന്ന് പറയുന്ന സെക്ഷനിലാണ്. Then sales creates revenue. Then what are the expenses incurred relating to sale of a product? That expenses is also called as selling cost. Then അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് one of the process is converting the potential demand into actual demand. That is one of the process. അതായത് അത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ പ്രൊപ്പോസ്ഡ് കസ്റ്റമേഴ്സിനെ നമ്മൾ എന്താക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, ആക്ച്വൽ കസ്റ്റമേഴ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് അവിടെ സെല്ലിംഗ് പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് വേണം, സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് എല്ലാം വേണം അല്ലേ. അപ്പോൾ ദെൻ അവിടെ നമ്മൾ മാർക്കറ്റിംഗിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ദെൻ പ്രൊമോഷൻ ആക്ടിവിറ്റീസിൽ അഡ്വർടൈസ്മെൻറ്റ്, പേഴ്സണൽ സെല്ലിംഗ്, സെയിൽസ്മാൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ടെക്നിക്സിനൊക്കെ ആവശ്യമായിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസസുകളെയും നമ്മൾ ഏതിലാണ് ഉൾപ്പെടുത്തുക, സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്ന ഹെഡിലാണ് ഉൾപ്പെടുത്തുക. അവിടെ നമ്മൾ പറയുന്നുണ്ട് ഫോർ ക്രിയേറ്റിംഗ് ഡിമാൻഡ്, അതായത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ ടെക്നിക്സിനെയും അതിനാവശ്യമായിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസസുകളെയും നമ്മൾ എന്തെന്നാ പറയുക, സെല്ലിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്ന ഹെഡിലാണ് ഉൾപ്പെടുത്തുക. Then an example is showroom expenses, administrative advertisement expenses, salaries and commission of salesman, etc. These are the expenses is also called as selling cost. അതിനെയാണ് നമ്മൾ selling cost എന്ന് പറയുന്ന ഹെഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Then on the basis of function, then last one is distribution cost. Distribution cost is the cost of sequence of operation which begins with making the packed product available for dispatch and ends with making the reconditioned empty packages, if any, available for reuse. ICM. Otherwise, in simple words, what is meant by distribution cost? It includes all expenses for delivering the finished goods to customers. That means warehouse expenses, transportation, cost of reconditioning empty containers, etc. These are the examples for distribution expenses. Distribution expenses distribution എന്ന് പറയുന്ന one of the process എന്ന് പറയുന്നത് then exchanging activity-യുമായി ബന്ധപ്പെട്ടുള്ളതാണ് നമ്മളിത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. then ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എന്താ പഠിക്കാം, then ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആരിലേക്ക് എത്തിക്കണം, കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കുന്നൊരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലേ. ആ ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സിന് നമുക്ക് വേണ്ടി വരുന്ന എക്സ്പെൻസസുകളെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെൻസസ് ഇൻഗേർഡ് ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം മാനുഫാക്ചേഴ്സ് ടു അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്, ദാറ്റ് എക്സ്പെൻസ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. Expenses
ഇൻഗേർഡ് ഫോർ, കണ്ടോ എന്തൊക്കെ തരത്തിലുള്ള എക്സ്പെൻസസ് ഉണ്ട്. എക്സ്പെൻസസ് ഇൻഗേർഡ് ഫോർ ഡിസ്ട്രിബ്യൂട്ടിങ് distributing the product or services from manufacturers to ultimate consumers. That expenses is also called as distribution expenses. ആ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസിൽ ഏതൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത്? ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ്, വെയർഹൗസ് എക്സ്പെൻസസ് ആൻഡ് കോസ്റ്റ് ഓഫ് റീകണ്ടീഷൻ ഓഫ് empty കണ്ടെയ്നേഴ്സ് എക്സെട്ര. അതായത് അവിടെ നമ്മൾ പഠിക്കുന്നത് ഇത്തരത്തിൽ ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഇപ്പോൾ വെയർഹൗസ് ഫെസിലിറ്റീസ് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ നമ്മൾ ആ പ്രൊഡക്റ്റ് അവർ കയ്യിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ചില ഇറ്റ് ക്രിയേറ്റ്സ് ടൈം യൂട്ടിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെയർഹൗസിനെ കുറിച്ച് സംഭരിച്ച് വെക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി വരുന്ന എക്സ്പെൻസസുകളെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് എന്ന് പറയുക. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് വെയർഹൗസിൽ നിന്ന് റീറ്റെയിലേഴ്സിലേക്കൊക്കെ എത്തിക്കുന്ന അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസസുകൾ വരാം. റീകണ്ടീഷനിങ് ദ empty കണ്ടെയ്നേഴ്സ്, അതായത് നമ്മൾ ഒഴിഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടെയ്നറുകളൊക്കെ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുക. റീകണ്ടീഷൻ ഓഫ് empty കണ്ടെയ്നേഴ്സ് എക്സെട്ര. ഇതെല്ലാം ഏത് ഹെഡിലാണ് വരിക? ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്ന ഹെഡിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്താ? ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. കോസ്റ്റ് എലമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഏതാ പഠിച്ചിരിക്കുന്നത്? മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ് ആൻഡ് അതർ എക്സ്പെൻസസ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഫംഗ്ഷൻ. ഫംഗ്ഷനെ ആസ്പദമാക്കിക്കൊണ്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ഓൺ ദി ബേസ് ഓഫ് ഫംഗ്ഷൻ, ദെൻ ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ കോസ്റ്റ്, administration cost, production cost, administration cost, selling cost and distribution cost. Then third classification on the basis of behavior. On the basis of behavior or variability, cost can be classified into four. That is, the first one is fixed cost, second one is variable cost, and third one is semi variable cost and step cost. ഇനി പഠിക്കുന്നത് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് വേരിയബിലിറ്റി ഓർ ഓൺ ദി ബേസിസ് ഓഫ് ബിഹേവിയർ. ആ ഒരു എക്സ്പെൻസസിൻ്റെ ബിഹേവിയർ നോക്കിയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫോർ. ഏതൊക്കെയാണ്? ഫിക്സഡ് കോസ്റ്റ്, അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ് ആൻഡ് സ്റ്റെപ്പ് കോസ്റ്റ്. Then first one is on the basis of variability, on the basis of behavior. On the basis of variability or on the basis of behavior, first one is fixed cost. Fixed cost is the cost which tends to be unaffected by variations in volume of output. This cost mainly depends upon the period of time, so they do not change with the change in the volume of output. Fixed cost is the cost do not change according to changes in the volume of output. Do not change ഇവിടെ പറയുന്നത് do not change with the change in the volume of output. അവിടെ വോള്യൂം ഓഫ് ഔട്ട്പുട്ട് കൂടുന്തോറും യാതൊരു വ്യത്യാസം വരാതെ അതുപോലെ തന്നെ നിലനിൽക്കുന്ന കോസ്റ്റിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അത്. റെൻ്റ് ഒരു വൺ ഓഫ് ദി എക്സാമ്പിളായിട്ട് പറയും. നിങ്ങൾ ആ ഒരു ഏരിയയിൽ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യലും അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എത്രയാണോ അത്ര പ്രൊഡ്യൂസ് ചെയ്താലും ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും ആ കൊടുക്കുന്ന റെൻ്റ് എന്ന് പറയുന്നത് അത്ര തന്നെ കൊടുത്തിരിക്കണം എന്നാണ് പറയുക. അവിടെ നമുക്ക് എന്ത് വരുന്നില്ല? ദെൻ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ദ കോസ്റ്റ് ഡു നോട്ട് ചേഞ്ച് അക്കോർഡിംഗ് ടു ചേഞ്ച് ഇൻ ദ വോള്യൂം ഓഫ് ഔട്ട്പുട്ട്. കാരണം വോള്യൂം ഓഫ് ഔട്ട്പുട്ട് 0 ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന 10,000 ആണെങ്കിൽ ആ 10,000 തന്നെ കൊടുത്തിരിക്കണം. വോള്യൂം ഓഫ് ഔട്ട്പുട്ട് 100 ആണെങ്കിലും വോള്യൂം ഓഫ് ഔട്ട്പുട്ട് മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആണെങ്കിൽ മാക്സിമം 1000 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലും അപ്പോഴും നമ്മൾ കൊടുക്കുക 10,000 രൂപയാണെങ്കിൽ 10,000 രൂപയാണ്. കണ്ടോ? അവിടെ വോള്യൂം ഓഫ് ഔട്ട്പുട്ട് കൂടിയാലോ കുറഞ്ഞാലോ ഏതിനെ ബാധിക്കുന്നില്ല? കോസ്റ്റിനെ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ വരുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുക. ഈ ഫിക്സഡ് കോസ്റ്റിൽ ദെൻ അവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കണക്കാക്കുന്ന സമയത്ത് വാരി ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇപ്പം നമുക്ക് 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്നത് 10,000 ആണ് റെൻറ്റ്. 10,000 ഡിവൈഡഡ് ബൈ 1000
അല്ലേ. ദെൻ 10 rupees വരും മാക്സിമം പ്രൊഡ്യൂസ് ചെയ്തതിന്. അത് നമ്മൾ 100 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് വെച്ചാൽ 10,000 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 100 വരും. അവിടെ വോളിയം ഓഫ് ഔട്ട്പുട്ട് കൂടുന്തോറും ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറയുകയാണ് ചെയ്യുക. വോളിയം ഓഫ് ഔട്ട്പുട്ട് കൂടുന്തോറും ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറയുകയാണ് ചെയ്യുക. വോളിയം ഓഫ് ഔട്ട്പുട്ട് കുറയും തോറും ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. സാധാരണ രീതിയിൽ നമ്മൾ പറയുന്നത് എന്താ, വോളിയം ഓഫ് ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് യാതൊരു ചേഞ്ചും വരാത്ത കോസ്റ്റാണ് ഏത്, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ കോസ്റ്റ് പെർ യൂണിറ്റ് കണക്കാക്കുന്നിടത്താണ് ഏതിന് വ്യത്യാസം വരിക, ഫിക്സഡ് കോസ്റ്റിന് ചേഞ്ച് വരുന്നത്. അവിടെ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ ഔട്ട്പുട്ട് ആൻഡ് ഇൻക്രീസ് with the decrease in output. Rent of building, insurance, office salaries, etc. These are the example of fixed cost. Already പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാം. What is meant by fixed cost എന്ന് പറയുമ്പോൾ fixed cost, the cost do not change according to change in the volume of output. That cost is also called as fixed cost. Then second one is cost classification on the basis of variability or on the basis of behavior. Second one is the variable cost. Variable cost is a cost which tends to vary directly with the volume of output. These costs vary in direct proportion to change in the volume of output. Then these costs are vary in direct proportion to change in the volume of output. Total variable cost increases when output increases and decrease when output decreases in direct proportion. But variable cost per unit remain constant with the changes in the volume of output. Variable costs are also known as product cost. Example, direct material cost, direct labor cost, direct expenses, power, fuel, etc. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ വേരിയബിൾ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഈസ് വാരീസ് അക്കോർഡിംഗ് ടു വാരീസ് ദ വോളിയം ഓഫ് ഔട്ട്പുട്ട്. അവിടെ വോളിയം ഓഫ് ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് കൂടുകയും വോളിയം ഓഫ് ഔട്ട്പുട്ട് കുറയുന്നതിനനുസരിച്ച് കോസ്റ്റ് കുറയുകയും ചെയ്യുന്ന കോസ്റ്റിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുക. അതായത് 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന റോ മെറ്റീരിയൽസ് ആയിരിക്കില്ല 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. അവിടെ നമ്മൾ എന്താ പറയുന്നത്, വോളിയം ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 100 യൂണിറ്റ്, 200 യൂണിറ്റ്, 300 യൂണിറ്റ്, 400 യൂണിറ്റ്, 500 യൂണിറ്റ്, ഇങ്ങനെ വോളിയം ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും തോറും ഇത്രയും യൂണിറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ലേബർ ചാർജസ് വരാം, അതർ എക്സ്പെൻസസ് വരാം, പവർ, ഫ്യൂവൽ, എക്സെട്ര. ഇതൊക്കെ വോളിയം ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് എന്ത് കൂടുന്നുണ്ട്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസസുകൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വോളിയം ഓഫ് ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാം. വോളിയം ഓഫ് ഔട്ട്പുട്ട് കുറയും തോറും കോസ്റ്റ് കുറയുന്നു, വോളിയം ഓഫ് ഔട്ട്പുട്ട് കൂടുന്തോറും കോസ്റ്റും കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ദറ്റ് ഈസ് ദ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാം. എന്നാൽ വേരിയബിൾ കോസ്റ്റിലെ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡ് ആയിരിക്കും. കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 10 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് പെർ, അതായത് വേരിയബിൾ കോസ്റ്റ് 10 രൂപയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വീണ്ടും അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഒരു യൂണിറ്റിന് 10 രൂപയാണ് വേരിയബിൾ കോസ്റ്റ് വരിക. 2 യൂണിറ്റ് ആകുമ്പോൾ 20 രൂപ വരും, 3 യൂണിറ്റ് ആകുമ്പോൾ 30 രൂപ വരും. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 10 രൂപ സെയിം തന്നെയാണ്, അത് യാതൊരു മാറ്റം ഉണ്ടാവില്ല. ഫിക്സഡ് കോസ്റ്റ് അങ്ങനെയല്ല, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ വേരിയബിൾ കോസ്റ്റിലെ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡ് ആയിരിക്കും. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. വോളിയം ഓഫ്, അപ്പോൾ ഇത്രയും മനസ്സിലാക്കുന്നുണ്ട്, വോളിയം ഓഫ് ഔട്ട്പുട്ട് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസരിച്ച് കോസ്റ്റ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോസ്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് വാരീസ് അക്കോർഡിംഗ് ടു വാരീസ് ഇൻ ദ വോളിയം ഓഫ് ഔട്ട്പുട്ട്. കണ്ടോ, ദാറ്റ് കോസ്റ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് വേരിയബിൾ കോസ്റ്റ്. വളരെ എക്സാമ്പിൾ ഓഫ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോഴാണ് ലേബർ കോസ്റ്റ്, അതേപോലെ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, direct expenses, power, fuel, etc. These are the examples of variable cost. Then second one is variable cost, and third one is semi fixed cost or semi variable cost. Semi variable cost is the cost which is partly fixed and partly variable.
These costs change, but not in direct proportion with the changes in volume of output. Telephone charges, repairs and maintenance, depreciation of plant, etc. അവിടെ പറയുന്നുണ്ട് സെമി വേരിയബിൾ കോസ്റ്റ് ഓർ സെമി ഫിക്സഡ് കോസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സെമി ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പാർട്ട്ലി ഫിക്സഡ് ആയിരിക്കും, പാർട്ട്ലി എന്തായിരിക്കും വാരി ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ടെലിഫോൺ എക്സ്പെൻസസ് എന്ന് പറയുന്നത് പാർട്ട്ലി ഫിക്സഡ് ആണ്, പിന്നെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കും തോറും അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഉപയോഗിച്ചില്ലെങ്കിലും ഒരു ഫിക്സഡ് കോസ്റ്റ് നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റും ഉണ്ട്, അതേസമയം കൺസംഷൻ കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടെലിഫോൺ ചാർജസ്, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ആൻഡ് ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ് എക്സെട്ര. ദീസ് ആർ ദി എക്സാമ്പിൾ ഓഫ് സെമി ഫിക്സഡ് കോസ്റ്റ് ഓർ സെമി വേരിയബിൾ കോസ്റ്റ്. Then fourth one is step cost. Step cost is the cost which varies in steps. Such cost remains constant for a range of output and then increase by a fixed percentage when output increases beyond the range. That is example supervisor's salary, cost of inspection, etc. അവിടെ നമ്മൾ പറയുന്നത് സ്റ്റെപ്പ് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് വിച്ച് വാരീസ് ഇൻ സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പിനനുസരിച്ച് വാരി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സച്ച് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ് ഫോർ എ റേഞ്ച് ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ദെൻ ഇൻക്രീസസ് ദ ഫിക്സഡ് പെർസെൻറ്റേജ് വെൻ ഔട്ട്പുട്ട് ഇൻക്രീസസ് ബിയോണ്ട് ദ റേഞ്ച്. സൂപ്പർവൈസേഴ്സ് സാലറി, കോസ്റ്റ് ഓഫ് ഇൻസ്പെക്ഷൻ എക്സെട്ര. സൂപ്പർവൈസേഴ്സിൻ്റെയും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇൻസ്പെക്ഷനൊക്കെ വരുന്നത് യൂണിറ്റ് കൂടുന്തോറും ഒരു പരിധി വരെയൊക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഒരു ഫിക്സഡ് ചാർജ് കൊടുക്കാം. അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൂടുന്തോറും അതിനനുസരിച്ച് എന്ത് കൂടുന്നുണ്ട്, കോസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയും, സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറയാം. അപ്പം ദെൻ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് what is meant by cost. Cost means expenses incurred for a production is called as cost. അല്ലേ, എക്സ്പെൻസസ് ഇൻഗേർഡ് ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ഓർ സർവീസസ്, സാധനങ്ങളോ സേവനങ്ങളോ പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസസുകളെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ദെൻ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആയിരുന്നു അല്ലേ. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റിലെ ഓൺ ദി ബേസിസ് ഓഫ് എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്, ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ, on the basis of behavior or variability, on the basis of identifiability or traceability, on the basis of controllability, and on the basis of normality, on the basis of ascertaining cost, on the basis of managerial decision making. ജസ്റ്റ് അതിനൊരു ഇൻട്രോ ആണ് ഇത്. ഓൾറെഡി ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ 3 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് 3 ക്ലാസിഫിക്കേഷൻ? ഫസ്റ്റ് വൺ ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്, second one on the basis of function, and third one is on the basis of behavior or variability. ഓരോ ഹെഡിലും വരുന്ന കോസ്റ്റുകളെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ദെൻ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിലെ ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എലമെൻറ്റ്സ് നോക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? ദാറ്റ് ഈസ് മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ് ആൻഡ് എക്സ്പെൻസസ്. ദെൻ അവിടെ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ദ കോസ്റ്റ് ഇൻഗേർഡ് ഫോർ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ്, that is also called as material cost. Then what is meant by labor cost? Cost incurred for payment of remuneration to the employees, that is also called as labor cost. Salary, wages, etc. Then അവിടെ expenses എന്ന് പറയുന്നത് other expenses other than the material cost and the labor cost. That expenses is also called as that cost is also called as expenses. Then classification on the basis of function. ഫംഗ്ഷനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. Then first one is production cost incurred for purchase of raw material and converting the raw material into finished product. That processing is also called as expenses incurred for that processing is also called as production cost. Then അതിൽ വരുന്നത് ഏതൊക്കെയാണ് പ്രൊഡക്ഷൻ കോസ്റ്റിന് എക്സാമ്പിളായിട്ട് പറയുകയെന്ന് പറയുമ്പോൾ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ് എക്സെട്ര. ദെൻ അതിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് വർക്ക് കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ് എക്സെട്ര. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ കോസ്റ്റ് ഇൻഗേർഡ് ഫോർ controlling the operations of the undertaking, that is also called as administrative cost. Salary paid to managers,
then rent for office building, etc. Selling cost, what are the expenses incurred for selling of unit or sales, that is called as selling cost. Selling cost le edakya selling cost edakya example aayittu paraya, advertisement expenses, etc. The next one is distribution cost. Distribution cost le cost incurred for distribution of goods and services, that cost is called as distribution cost. Distribution cost is the cost of sequence of operation which begins with making the packed product available for dispatch and ends with the making the reconditioned empty packages. That means it includes all expenses for delivering the finished goods to customers. Warehouse expenses, transportation expenses, cost of reconditioning empty containers, etc. That is called as distribution cost. ഇനി തേർഡ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഓൺ ദി ബേസ് ഓഫ് ബിഹേവിയർ. ബിഹേവിയറിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? ഫിക്സഡ് കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ് ആൻഡ് സ്റ്റെപ്പ് കോസ്റ്റ്. വ്യത്യാസം മനസ്സിലായല്ലോ? ഫിക്സഡ് കോസ്റ്റിലെ ദാറ്റ് കോസ്റ്റ് ഈസ് ഡു നോട്ട് ചേഞ്ച് അക്കോർഡിംഗ് ടു ചേഞ്ച് ഇൻ ദ വോളിയൂം ഓഫ് ഔട്ട്പുട്ട്. Then second, variable cost എന്ന് പറയുമ്പോൾ the cost is varies according to vary the volume of output. That cost is called as variable cost. Then semi variable cost, partly fixed, partly variable, that is called as semi variable cost. Then last one is step cost, cost relating to step by step of the process, that is called as step cost. Under the example of step cost, that is supervisor's salary and cost of inspection, etc. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തേൽ പഠിച്ചിരിക്കുന്നത്. ഇനി കോസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ തന്നെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ കൂടെ നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. അപ്പോൾ എടുത്തവരെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.